ഷീലാസ് ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ അമേരിക്കൻ ടൂറിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിൽ വളരെ നാളുകളായി ഒരു US ടൂർ നടത്താൻ ഒരു തോന്നലുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ സമയമായതെന്ന് തോന്നുന്നു. എൻ്റെ അനിയൻ വിനോദും ഭാര്യ രാജിയും വളരെ നാളുകളായി ക്ഷണിച്ചിരുന്നെങ്കിലും അതിന് സാധിച്ചില്ല. അതുകൂടാതെ മോൻ സുദീപ് ഇവിടെ MS ചെയ്യാൻ എത്തിയതും അതിനുശേഷം PhDക്ക് ചേർന്നതും ഇങ്ങോട്ട് വരാൻ കൂടുതൽ പ്രചോദനമായി. മെയ് 13 വൈകിട്ടായിരുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്നും ഞങ്ങളുടെ ഫ്ലൈറ്റ്. വൈകിട്ടായിരുന്നതിനാൽ രാത്രിയിലത്തെ ഉറക്കത്തിന് വലിയ തടസ്സങ്ങളൊന്നും നേരിട്ടില്ല. ഞങ്ങളുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന സമയം വലിയ പിരിമുറുക്കങ്ങളൊന്നും ഇല്ലാതെ നീങ്ങിക്കിട്ടി. എൻ്റെ ബ്രദർ വിനോദും രാജിയും മക്കൾ പാറുവും വിവേകും ഞങ്ങളെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ ആഹ്ലാദത്തോടെ അക്ഷമരായി കാത്തു നിന്നിരുന്നു. കാലിഫോർണിയയിൽ സാൻ ഫ്രാൻസിസ്കോ എന്ന സിറ്റിയിൽ നിന്ന് ഇവരുടെ സ്ഥലമായ മൗണ്ടൻ ഹൗസിലേക്ക് ഏകദേശം 1 മണിക്കൂറുണ്ട്. ഞങ്ങൾ രാത്രി 12 മണിയോടെ വീട്ടിലെത്തി. ഇവരുടെ നിക്ക് എന്ന ഡോഗും പാറുവിൻ്റെ ലിയോ എന്ന ഡോഗും ഞങ്ങൾ അപ്പച്ചിമാരെ വരവേൽക്കാൻ അക്ഷമരായി കാത്തു നിന്നിരുന്നു. ചേട്ടനും ചേച്ചിയും ഒരുമിച്ചാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഞങ്ങളിവിടെ എത്തി ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ ഉറക്കക്ഷീണം നല്ലവണ്ണം കുറഞ്ഞു. അപ്പോഴേക്കും മോൻ PhD ചെയ്യുന്ന അയോവ എന്ന സ്ഥലത്ത് നിന്ന് അവനും എത്തി. ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ തിരിച്ചുപോയി. ഞങ്ങൾ ജൂലൈ 16 അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. കാലിഫോർണിയ ടൂർ നടത്തിയത് എൻ്റെ ജീവിതത്തിലെ സന്തോഷം ലഭിച്ച കുറച്ച് ദിവസങ്ങളാണ്. ആദ്യം ഞങ്ങൾ പോയത് സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് കാണാനായിരുന്നു. സമ്മറിലും നല്ല തണുപ്പുള്ള കാലാവസ്ഥ. ശക്തിയായ തണുത്ത കാറ്റ് ആർക്കും വലിയ ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഈ ബ്രിഡ്ജ് 1937 പൂർത്തിയായി. ലോകത്തിലെ 7 വണ്ടേഴ്സിൽ ഇതും ഉൾപ്പെടുന്നു. ഇരുമ്പ് കൊണ്ടുള്ളതും ഗോൾഡൻ കളറിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ബ്രിഡ്ജ് ആരംഭിച്ച ദിവസം 2 ലക്ഷം പേർ സന്ദർശിച്ചതായി പറയുന്നു. ഇതിനടുത്തുള്ള പാലസ് ഓഫ് ഫൈൻ ആർട്സ് വളരെ മനോഹരമാണ്. 1915 പണി പൂർത്തിയാക്കി ഇത് പബ്ലിക്കിനായി തുറന്നുകൊടുത്തു. എനിക്ക് കാലിഫോർണിയയെ പറ്റി ഇനിയും കുറേ വിശേഷങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കാനുണ്ട്. ഇതിൻ്റെ തുടർച്ചയായി ഇനിയും കുറച്ച് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എൻ്റെ എല്ലാ ഡാൻസിൻ്റെയും ഞാനിടുന്ന എല്ലാ വീഡിയോകളും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം. നമസ്കാരം.